ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൾട്ടിവേരിയേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒന്ന് രണ്ട് തിയറംസ് ആണ് പഠിക്കുക. അപ്പം അതിൽ ഒന്നാമത്തെ തിയറമാണ് ഇഫ് x1 x2 എക്സെട്ര xn ഈസ് xn ബി ആൻ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വെക്ടേഴ്സ്. ഓക്കെ, x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം x1 എന്ന് പറയുന്നത് ഒരു റാൻഡം വെക്ടർ. അപ്പം ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ റാൻഡം സാമ്പിൾ ആണ്. റാൻഡം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഐഡന്റിക്കൽ അല്ല. ബിക്കോസ് എക്സ് ആൽഫ ഫോളോസ് പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ മ്യൂ ആൽഫ ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് സിഗ്മ. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആണ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത്. ആൽഫ റേഞ്ചസ് ഫ്രം 1 to എക്സെട്ര n. അങ്ങനെയാണെങ്കിൽ y ആൽഫ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പുതിയ ട്രാൻസ്ഫോർമേഷൻ y ആൽഫ ഈക്വൽ ടു summation over beta equal to 1 to n c alpha beta x beta. These y alphas are independent and y alpha also follows p-variate normal distribution with mean vector summation over beta c alpha beta mu beta and dispersion matrix sigma. Also summation over alpha x alpha dash equal to summation over alpha y alpha dash. അപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് ലൈനിൽ എഴുതിയിരിക്കുന്നതാണ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലൈനാണ് അതിൻ്റെ അസംഷൻ എന്ന് പറയുന്നത്. ഓൾസോ എക്സ് ആൽഫാസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് റാൻഡം സാമ്പിളാണ്, ഇൻഡിപെൻഡൻറ്റ് റാൻഡം വെക്ടേഴ്സ് ആണ്. ഓക്കെ, n ആണ് അവിടെ സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക. ദീസ് ആർ ഓൾ മൾട്ടിവേരിയേറ്റ് നോർമൽ. ദെൻ വൈ ആൽഫ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞിരിക്കുക. വൈ ആൽഫ എന്തായിരുന്നു? സമ്മേഷൻ ഓവർ ബീറ്റ സി ആൽഫ ബീറ്റ എക്സ് ബീറ്റ. ഓക്കെ, അപ്പം അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വൈ ആൽഫ ഈക്വൽ ടു സി ആൽഫ 1 ഇൻറ്റു x1 പ്ലസ് സി ആൽഫ 2 ഇൻറ്റു x2. അപ്പം x1 എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിവേരിയേറ്റ് നോർമൽ. അപ്പം x1 എന്ന് പറയുന്ന റാൻഡം വെക്ടർ എങ്ങനെ വരും? x11 x21 എക്സെട്ര xp1. ഓക്കെ, പി വേരിയേറ്റ് വെക്ടർ ആണ്. അപ്പം അതിൽ ഫസ്റ്റ് സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് x1. അതേപോലെ x2. അപ്പം xn എന്ത് വരും? x1n x2n എക്സെട്ര xpn. അപ്പം ഇതിൻ്റെ ഫോം എന്താണെന്നുള്ളത് മറക്കാതെ ഓർത്തിരിക്കുക. അപ്പം അത് മെട്രിക്സ് ഫോമിൽ വൈ ആൽഫ എങ്ങനെയാണ് മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. സോ അപ്പം വൈ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? അപ്പം വൈ ആൽഫ എന്ന് പറയുന്നത് ഈ x1 x2 എക്സെട്ര xn നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം അതിൻ്റെ ഒരു മെട്രിക്സ് ഫോം ആയിട്ടാണ് വൈ ആൽഫനെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം വൈ ആൽഫയിലെ ഓരോ എലമെന്റും എന്ന് പറയുന്നത് വൈ ആൽഫ എന്ന് പറയുന്ന വെക്ടർ ആണ്. അപ്പം അത് എന്താണെന്നാണ് നമുക്ക് കിട്ടുക? വൈ ആൽഫ 1 വൈ ആൽഫ 2 എക്സെട്ര വൈ ആൽഫ n ഉണ്ട്. അപ്പം വൈ ആൽഫനെ ഒരു കോളം വെക്ടർ ആയിട്ടാണ് തന്നിരിക്കുക, അല്ലെ? മെട്രിക്സ് അല്ല, കോളം വെക്ടർ ആയിട്ടാണ് തന്നിരിക്കുക, അല്ലെ? അപ്പൊ ഫസ്റ്റ് വെക്ടർ എന്താണ്? ഫസ്റ്റ് എലമെന്റ് എന്താണ്? കോളം വെക്ടറിലെ ഫസ്റ്റ് എലമെന്റ് സി ആൽഫ 1 x11 പ്ലസ് സി ആൽഫ 2 x12 പ്ലസ് എക്സെട്ര പ്ലസ് സി ആൽഫ n x1n. അതായത് എക്സൈസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് വൈ ആൽഫ വരുന്നത്. അതായത് നോർമൽ റാൻഡം വേരിയബിളിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് വൈ ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച തിയറം ഉപയോഗിച്ച് വൈ ആൽഫയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ? വൈ ആൽഫ 1 അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിവേരിയേറ്റ് നോർമൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ ആൽഫ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ മൾട്ടിവേരിയേറ്റ് നോർമൽ ആയിട്ടാണ് നമുക്ക് കിട്ടുക. സോ വൈ ആൽഫ എന്ന് പറയുന്ന വെക്ടറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയാൽ അതിന്റെ മീൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആൽഫ വി ഗെറ്റ് സമ്മേഷൻ ഓവർ ബീറ്റ സി ആൽഫ ബീറ്റ മ്യൂ ബീറ്റ. ഇനി എന്താണ്? വേരിയൻസ് കൊവേരിയൻസ് മെട്രിക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ഇനഫ് ടു ഫൈൻഡ് കൊവേരിയൻസ് ഓഫ് വൈ ആൽഫ വൈ ഗാമ. ഓക്കെ, സോ ആ ഡിസ്പെർഷൻ മെട്രിക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പം ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം ഇത് മാട്രിക്സ് ഫോമിൽ വരുന്നത് കൊണ്ട് നമ്മൾ ട്രാൻസ്പോസ് ഇടാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കാൻ പോവാണ്. ഇവിടെ വൈ ആൽഫ എന്താണെന്ന് നമുക്കറിയാം. അപ്പം വൈ ആൽഫ പോലെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് വൈ ഗാമ. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെട്രിക്സ് സി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പം അതിന് ഇവിടെ വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം മുൻപോട്ട് സിംപ്ലിഫിക്കേഷൻ വന്നു കഴിയുമ്പം ഓർത്തോഗണൽ മെട്രിക്സ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുക? എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്കാണ് കിട്ടുക. ഓക്കെ, വൈ ആൽഫ നമുക്കറിയാം, അതേപോലെ എക്സ്പെക്ടേഷൻ ഓഫ് വൈ ആൽഫ അറിയാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വൈ ഗാമി, പുതുതായിട്ട് ഡെൽറ്റ എന്ന് പറയുന്ന വേരിയബിള് ഡിഫൈൻ ചെയ്തുകൊണ്ട് നമ്മൾ വൈ ഗാമി, എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഗാമി കൺസിഡർ ചെയ്യുക. ഓക്കെ, അതും ട്രാൻസ്പോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്കിനി കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുക്കാം. കോൺസ്റ്റൻസ് ഔട്ട്സൈഡ് എടുത്ത് നമുക്ക് ഈ ഒരു ഫോമിൽ അതിനെ എഴുതാനായിട്ട് പറ്റും. അപ്പം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബീറ്റ മൈനസ് മ്യൂ ബീറ്റ ഇൻറ്റു എക്സ് ഡെൽറ്റ മൈനസ് മ്യൂ ഡെൽറ്റ ട്രാൻസ്പോസ്. അപ്പം ഇത് എന്തിൻ്റെ എക്സ്പ്രഷൻ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇഫ് ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ. ഓക്കെ, ബീറ്റ ഡെൽറ്റ ആവുന്ന കേസിൽ ഇതെന്ന് പറയുന്നത് സിഗ്മയാണ്, അല്ലാത്ത കേസിൽ ദിസ് ഈസ് 0. സോ ബീറ്റ ഡെൽറ്റ ആകുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം കോൺസ്റ്റൻസിന് എന്താ സംഭവിക്കുക? കോൺസ്റ്റൻസിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള സമ്മേഷൻ ഓവർ സി ആൽഫ ബീറ്റ സമ്മേഷൻ ഓവർ ഡെൽറ്റ സി ഗാമ ഡെൽറ്റയാണ്. അപ്പം നമുക്കവിടെ ഇനി ബീറ്റ ഡെൽറ്റ ആകുന്ന കേസ് കൺസിഡർ ചെയ്യുമ്പം സമ്മേഷൻ ഓവർ ബീറ്റ സി ആൽഫ ബീറ്റ സി ഗാമ ബീറ്റ ആ ഒരു ടേം മാത്രം ആ ടേംസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ബാക്കിയുള്ള ടേംസ് ഈ എക്സ്പെക്ടേഷൻ വേരിയൻസ് 0 ആകുന്ന കൂടെ ബാക്കിയുള്ള ടേംസ് കൂടി 0 ആയി പോകും. ഓക്കെ, അപ്പോൾ അത് 0 ആകുന്ന കേസ് നമ്മൾ ഉപേക്ഷിച്ചിട്ട് ബാക്കി നമുക്കിവിടെ മിച്ചം വരുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ് ആൻസർ കിട്ടുക? സമ്മേഷൻ ഓവർ ബീറ്റ സി ആൽഫ ബീറ്റ സി ഗാമ ബീറ്റ ഇൻറ്റു സിഗ്മ. കാരണം ബീറ്റ ഈക്വൽ ടു ഡെൽറ്റ ആവുന്ന കേസ് മാത്രമാണ് കൺസിഡർ ചെയ്തിരിക്കുക, ബാക്കി ടേംസ് എല്ലാം 0 ആയിട്ട് പോകും. അപ്പോൾ നോക്കിക്കേ, സമ്മേഷൻ ഓവർ ബീറ്റ സി ആൽഫ ബീറ്റ സി ഗാമ ബീറ്റ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആൽഫ ഗാമയാണ്. അപ്പോൾ അത് ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് വരിക. ദിസ് വിൽ ബിക്കം ഐഡന്റിറ്റി മെട്രിക്സ്. സോ വാട്ട്സ് ദ ആൻസർ? എന്താണ് ആൻസർ വരുന്നത്? സോ ആൻസർ ഈസ് സിഗ്മ. അതായത് വൈ ആൽഫാസിന്റെ കൊവേരിയൻസ് എന്ന് പറയുന്നത്, കൊവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് സിഗ്മ എപ്പോഴാണ്? ഇഫ് ആൽഫ ഈക്വൽ ടു ഗാമ. ബിക്കോസ് ഐഡന്റിറ്റി മെട്രിക്സ് ഐ ആൽഫ ഗാമ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് എന്താണ് സിഗ്മ ഇഫ് ആൽഫ ഈക്വൽ ടു ഗാമ, അല്ലാത്ത കേസിൽ 0. അതായത് വൈ ആൽഫയുടെ ഡിസ്പേർഷൻ മെട്രിക്സിന് ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നോൺ ഡയഗണൽ എൻട്രീസ് എന്താണ്? 0 ആയിരിക്കും. അതായത് വൈ ആൽഫയുടെ ഡിസ്പേർഷൻ മെട്രിക്സിൽ വേരിയൻസസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് വാല്യൂ, ബാക്കിയെല്ലാം 0s ആണ്. വിച്ച് മീൻസ് ദ കോവേരിയൻസ് ഓഫ് y alpha y gamma is 0 implies y alpha and y gamma are independent. So നമുക്ക് എങ്ങനെ എഴുതാം? y alphas are independent. നമുക്കറിയാം മൾട്ടിവേരിയേറ്റ് നോർമലിനൊരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് കോവേരിയൻസ് 0 ആകുമ്പം റാൻഡം വെക്ടേഴ്സ് ഇൻഡിപെൻഡന്റ് ആകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മീൻ വെക്ടർ കണ്ടുപിടിച്ചു, ഡിസ്പേർഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു, കൂടെ തന്നെ വൈ ആൽഫാസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് കണ്ടു. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? സമ്മേഷൻ ഓവർ വൈ ആൽഫ ട്രാൻസ്പോസ് എന്താണ് വരുന്നതെന്ന് നോക്കണം. വൈ ആൽഫ ഇൻറ്റു വൈ ആൽഫ ട്രാൻസ്പോസ് നമ്മളിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണത് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സമ്മേഷൻ ഓവർ ആൽഫ ഉണ്ട്. സമ്മേഷൻ ഓവർ ആൽഫ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സ്പ്രഷൻ എന്താവും? നമുക്ക് സമ്മേഷൻ കൂടെ എഴുതി ഈ ഒരു ഫോമിൽ എഴുതാം. പിന്നെ നമുക്ക് സമ്മേഷനും സി എന്ന് പറയുന്ന മെട്രിക്സ് ഒക്കെ നമുക്ക് ഔട്ട്സൈഡ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രഷൻ മാറ്റി എഴുതാം. ഇനി നോക്കാം,
നമുക്ക് ഇവിടെ സമ്മേഷൻ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ ആൽഫ സി ആൽഫ ബീറ്റ സി ആൽഫ ഗാമ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ബിക്കോസ് സി ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. സോ നമുക്കതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ബീറ്റ ഗാമ വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതി. ഇനി സമ്മേഷൻ ഓവർ ഗാമ ഐ ബീറ്റ ഗാമ എക്സ് ഗാമ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എക്സ് ബീറ്റ ട്രാൻസ്പോസ് ആണ്. നിങ്ങൾക്കിത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെട്രിക്സ് ഫോമിൽ എഴുതി നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് ആൻസർ കിട്ടും. സോ ദിസ് ടേം ഈസ് എക്സ് ബീറ്റ ട്രാൻസ്പോസ്. സോ വാട്ട് വിൽ ബി ഗെറ്റ്? So we get summation over beta x beta transpose. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ അല്ലേ. ഓക്കെ, അത് ബീറ്റയ്ക്ക് പകരം ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് പറഞ്ഞ സെയിം സെൻറ്റൻസ് ആയി. ഇങ്ങനെ ഒരിടത്ത് ആൽഫയും ഒരിടത്ത് ബീറ്റയും വന്നതുകൊണ്ട് നമ്മുടെ ആൻസറിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. അതിൻ്റെ കണ്ടന്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മൾട്ടിവേരിയേറ്റ് നോർമലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഇത്. എന്താണ്? ദ സാമ്പിൾ മീൻ വെക്ടർ ആൻഡ് ദ സാമ്പിൾ മെട്രിക്സ് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ദാറ്റ് ഈസ് എക്സ് ബാർ ആൻഡ് എ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പം ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. അപ്പം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും തിയറവും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ മീൻ വെക്ടർ അല്ലേ. എ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് പ്രൊഡക്ട്സിൻ്റെ മെട്രിക്സ്. ഓക്കെ, അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ കാണിക്കാനായിട്ട് പോകും. സോ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പം first of all we consider the orthogonal matrix C. So we consider a raw vector of real numbers 1 by root n, 1 by root n, etc. 1 by root n. Okay, this is a 1 by n raw vector. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സി മെട്രിക്സിൻ്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് ഈ 1 by root n, 1 by root n, etc. 1 by root n ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓർത്തോഗണൽ മെട്രിക്സ് സിയെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ട്രാൻസ്ഫർമേഷൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പഠിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇസഡ് ആൽഫ എന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഇസഡ് ആൽഫ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ബീറ്റ സി ആൽഫ ബീറ്റ എക്സ് ബീറ്റ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇസഡ് ആൽഫാസ് ആർ ഇൻഡിപെൻഡൻറ്റ് and normally distributed with the mean summation over beta c alpha beta mu beta and a dispersion matrix sigma. Also summation over alpha z alpha transpose equal to summation over alpha x alpha transpose. ശരിയാണല്ലോ. അപ്പോൾ ഈ സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ലാസ്റ്റ് റോ നമുക്കറിയാം 1 by root n, 1 by root n, etc. 1 by root n ആണ്. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്നിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമല്ലോ. So this is Zn. ക്ലിയർ ആണല്ലോ. അപ്പം സി എൻ വൺ സി എൻ ടു എക്സെട്ര സി എൻ എൻ എന്താണ്? 1 by root n. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇസഡ് എന്നിന് എന്താണ് വാല്യൂ കിട്ടുക? സോ ഈ ഒരു കോളം വെക്റ്റർ ആയിട്ടാണ് നമ്മുടെ ഇസഡ് എൻ വരിക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by n സമ്മേഷൻ ഓവർ ബീറ്റ ഈക്വൽ ടു 1 to n എക്സ് ബീറ്റ. ഓക്കെ, അപ്പോൾ ഈ സമ്മേഷൻ ഓവർ ബീറ്റ ഈക്വൽ ടു 1 to n എക്സ് ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു എക്സ് ബാർ അല്ല, ദിസ് ഈസ് 1 by root n ആണ് വരിക. by root n summation over beta x beta. അപ്പോൾ ഈ സമ്മേഷൻ ഓവർ ബീറ്റ ഈക്വൽ ടു 1 to n എക്സ് ബീറ്റ എന്ന് പറയുന്നത് ടോട്ടൽ സം ആണ്. അപ്പം n ഇൻറ്റു ദിസ് ഡിവൈഡഡ് ബൈ n ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മേഷൻ ഓവർ ബീറ്റ എക്സ് ബീറ്റ നമുക്ക് n ഇൻറ്റു എക്സ് ബാർ എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് വിൽ ബിക്കം Zn ഈക്വൽ ടു √n ഇൻറ്റു എക്സ് ബാർ. ക്ലിയർ ആണോ? ദിസ് ഈസ് √n ഇൻറ്റു എക്സ് ബാർ. സോ ഇവിടെ നിന്ന് നമുക്ക് എഴുതാം എക്സ് ബാർ ഈക്വൽ ടു Zn ബൈ
റൂട്ട് എൻ. ശരിയാണല്ലോ. എക്സ് ബാറിനെ നമുക്ക് Zn/√n ആയിട്ട് എഴുതാൻ പറ്റും. സോ എ എന്താണെന്ന് നമുക്കറിയാം, മെട്രിക്സ് ഓഫ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. അതിനെ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. സമ്മേഷൻ ഓവർ ആൽഫ എക്സ് ആൽഫ ട്രാൻസ്പോസ് മൈനസ് എൻ ഇൻറ്റു എക്സ് ബാർ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ എക്സ് ആൽഫേനെ ഇസഡ് ആൽഫയുടെ ടേംസിൽ എഴുതുവാണ്. നമുക്കറിയാം സമ്മേഷൻ ഓവർ ആൽഫ എക്സ് ആൽഫ ട്രാൻസ്പോസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ആൽഫ ഇസഡ് ആൽഫ ട്രാൻസ്പോസ്. ഓൾസോ എക്സ് ബാറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം Zn/√n, then Zn/√n ട്രാൻസ്പോസ്. ഓക്കെ, എന്നും √n ഇൻറ്റു √n n ആണ്. സോ എന്നും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ക്യാൻസൽ ആവും. പിന്നെ വരുന്നത് Zn ഇൻറ്റു Zn ട്രാൻസ്പോസ്. ശരിയാണല്ലോ. അപ്പൊ നോക്കിക്കേ, എന്താ വന്നിരിക്കുക, സമ്മേഷൻ ഓവർ ആൽഫ ഇസഡ് ആൽഫ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, Z1 ഇൻറ്റു Z1 ട്രാൻസ്പോസ് പ്ലസ് Z2 ഇൻറ്റു Z2 ട്രാൻസ്പോസ് പ്ലസ് എക്സെട്ര പ്ലസ് Zn ഇൻറ്റു Zn ട്രാൻസ്പോസ്. അപ്പം അതിൽ നിന്നും Zn ഇൻറ്റു Zn ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്യുവാണ്. സോ ദിസ് വിൽ ബിക്കം സമ്മേഷൻ ഓവർ ആൽഫ ഈക്വൽ ടു 1 to n-1 ഇസഡ് ആൽഫ ട്രാൻസ്പോസ്. അതായത് ആദ്യത്തെ n-1 ടേംസിൻ്റെ സമ്മാണ് വരിക. അപ്പം എ എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഇസഡ് ആൽഫ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫോമിൽ നമ്മൾ എഴുതുക. അപ്പം എന്താണ് നോക്കിക്കേ, എ എന്ന് പറയുന്നത് n-1 ടേംസിൻ്റെയും എക്സ് ബാർ എന്ന് പറയുന്നത് nth ടേമിൻ്റെയും ബോറൽ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുക. അപ്പം നമുക്കറിയാം Z1 Z2 എക്സെട്ര Zn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അതിൻ്റെ ബോറൽ ഫങ്ഷൻസ് ആണ് എക്സ് ബാറും എയും. അപ്പം ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ദെൻ അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്ന ബോറൽ ഫങ്ഷൻസും ഇൻഡിപെൻഡൻ്റ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പ്രോബബിലിറ്റി തിയറിയിൽ പഠിക്കുന്ന റിസൾട്ടാണ്. സോ അതുപയോഗിച്ച് നമുക്ക് പറയാം എക്സ് ബാർ ആൻഡ് എ ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ദിസ് ഈസ് ദ പ്രൂഫ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ്, മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പ്രൂഫ് പഠിക്കുക. ഈ റിസൾട്ടിൻ്റെ കുറച്ച് കൊറോളറീസ് കാണാം. ഫസ്റ്റ് കൊറോളറി എന്ന് പറയുന്നത് എക്സ് ബാറും എസും ഇൻഡിപെൻഡൻ്റ് ആണ്. എസ് എന്താണ്, 1/n a. അപ്പം എക്സ് ബാറും എയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ് ബാറും എസും ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ അടുത്ത കൊറോളറി എന്ന് പറയുന്നത് എക്സ് ബാറും എസും എന്തായിരുന്നു, മ്യൂവിൻ്റെയും സിഗ്മയുടെയും MLE ആണ്. ദെൻ മൊമെൻ്റ് എസ്റ്റിമേറ്റേഴ്സും ആണ്. സോ MLE ആൻഡ് MME ഓഫ് മ്യൂ ആൻഡ് സിഗ്മ ആർ ഇൻഡിപെൻഡൻറ്റ്. അത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാലും എന്ത് തന്നെ എഴുതിയാൽ മതി, എക്സ് ബാറും എസും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ എക്സ് ബാറും എയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എക്സ് ബാർ, അതായത് സാമ്പിൾ മീൻ വെക്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക. സോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ബാർ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. വി കൺസിഡർ എ റാൻഡം സാമ്പിൾ ദാറ്റ് ഈസ് എക്സ് ഫോളോസ് പി വേരിയറ്റ് നോർമ വിത്ത് മീൻ വെക്ടർ മ്യൂ ആൻഡ് ഡിസ്പെർഷൻ മെട്രിക് സിഗ്മ എല്ലാം ഐഡന്റിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ദെൻ എക്സ് ബാർ എന്ന് പറയുന്നത് Zn/√n. നമ്മൾ നേരത്തെ തിയറത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. എക്സ് ബാറിനെ അപ്പം നമുക്ക് Zn/√n ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനും അതാണ് നല്ലത്. സോ Zn എന്താണ്, സമ്മേഷൻ ഓവർ ആൽഫ ഈക്വൽ ടു 1 to n Cn ആൽഫ എക്സ് ആൽഫ. ഓക്കെ, അപ്പം ഇതിൻ്റെ എക്സ്പെക്റ്റേഷനും ഡിസ്പെർഷൻ മെട്രിക്സും കണ്ടുപിടിച്ചാൽ മതി. എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം. അപ്പം എക്സ് ബാർ എന്ന് പറയുന്നത് ഇസഡ് ആൽഫ എന്താണ്, മൾട്ടി വേരിയേറ്റ് നോർമൽ ആണ്. അതുകൊണ്ട് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് തന്നെയായിരിക്കും, മൾട്ടി വേരിയേറ്റ് നോർമൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പി വേരിയേറ്റ് നോർമൽ ആണ്, അതിൻ്റെ മീനും വേരിയൻസും മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. എക്സ്പെക്റ്റേഷൻ കാണുന്നത് വളരെ ഈസിയാണ്. നമുക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് Zn/√n ആണ്. Zn എന്താണ്, സമ്മേഷൻ ഓവർ ആൽഫ Cn ആൽഫ എക്സ് ആൽഫ. അപ്പം Cn ആൽഫ എന്താണ്, സി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ലാസ്റ്റ് റോ ദാറ്റ് ഈസ് 1/√n എക്സെട്ര 1/√n. അപ്പം അത് നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഓൾറെഡി Zn ഒരു ഡിനോമിനേറ്റർ √n ഉണ്ട്. അപ്പം 1/√n ഇൻറ്റു 1/√n എന്താവും, n 1/n ആകും. ദെൻ സമ്മേഷൻ ഓവർ ആൽഫ എത്ര ടൈംസ് ആണ്, n ടൈംസ്, അതും n ആണ്. അപ്പം എന്താ വരിക,
n ഇൻറ്റു 1/n ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ എന്താണ്? മ്യൂ. സോ ആൻസർ എന്താണ് വരിക? അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മ്യൂ. ഡിസ്പെർഷൻ കാണാനായിട്ട് ഡിസ്പെർഷൻ മെട്രിക്സ് ഓഫ് എക്സ് ബാർ എന്താണ്? Zn ബൈ √n. സോ √n ഡിസ്പെർഷൻ മെട്രിക്സ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 1/n ഇൻറ്റു ഡിസ്പെർഷൻ മെട്രിക്സ് ഓഫ് Zn, ദാറ്റ് ഈസ് സിഗ്മ. സോ ഡിസ്പെർഷൻ മെട്രിക്സ് ഓഫ് എക്സ് ബാർ ഈസ് Z ബൈ 1/n ഇൻറ്റു സിഗ്മ. ഓക്കെ, അപ്പം എക്സ് ബാറിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പി വേരിയേറ്റ് നോർമൽ വിത്ത് മീൻ വെക്ടർ മ്യൂ ആൻഡ് ഡിസ്പെർഷൻ മെട്രിക്സ് 1/n സിഗ്മ. റിസൾട്ടിനും കൊറോളറി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പം ഇതിൽ ഇന്നത്തെ പോർഷനിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത മൊഡ്യൂളാണ് വരുന്നത്. അപ്പം അതിനു മുമ്പ് ഈ 2 മൊഡ്യൂളും കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൾട്ടിവേരിയേറ്റ് നോർമൽ ഈ ഒരു സെമസ്റ്ററിൽ മാത്രമല്ല അടുത്ത സെമസ്റ്ററിലും ആവശ്യമുള്ളതാണ്. സോ ഒട്ടും ഡിലേ ആകാതെ പഠിച്ചു വയ്ക്കുക. ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.